Hi 10th. See, we were discussing about exercise 13.1, that means first exercise in this chapter, and in the last video we have discussed example 3 and the third question from this exercise, and today we are going through this video session, we are going to discuss the fourth question onwards. Okay, and very important chapter, surface area and volume, very important. I'm mentioning about this every day with my videos in this chapter because I know the importance of this chapter. You can expect for section D type of question from this chapter, so you have to give that much importance while you are practicing. And some students they used to call me in the last 2 weeks, and I'm not going to say their names, and they asked me the doubts and all, and they clarified the doubt, and I'm getting calls from very few students. Because if you are going to a question in a very deep way, you must feel doubt. That is a structure of this chapter. ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഏറ്റവും ഡീപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് പല സംശയങ്ങളുണ്ടാവും. ആ സംശയം ചോദിച്ച് ക്ലിയർ ചെയ്യാം. കാരണം ഇപ്പം എനിക്ക് തന്നെ ചില ക്വസ്റ്റ്യനിലൊക്കെ എന്തെന്താ അങ്ങനെയൊക്കെ സംശയം തോന്നാറുണ്ട്. അപ്പം നമ്മൾ പിന്നെയും ആലോചിക്കും, അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒരു ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്നെ വിളിക്കാം, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. എനിവേ നിങ്ങൾ നല്ല ഡീപ്പിൽ പോകുമെങ്കിൽ മാത്രമേ, ഇത് വെറും മാർക്കിന് വേണ്ടി മാത്രം പഠിക്കുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സംശയങ്ങളൊന്നും നിങ്ങൾക്ക് വരാത്തത്. മാർക്കിന് വേണ്ടി മാത്രമല്ല ലേണിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പവർ ഓഫ് തിങ്കിങ് ഒക്കെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഒന്ന് ഉണർത്താനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ അങ്ങനെയൊക്കെ പഠിക്കുക. അങ്ങനെയൊക്കെ പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് മാർക്ക് വരികയുള്ളൂ. അതൊക്കെയാണ് അതിൻ്റെ വാസ്തവം. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, കം വിത്ത് മീ. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ചാപ്റ്ററിലെ എല്ലാ എക്സാമ്പിളും എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ, അതായത് എല്ലാ എക്സാമ്പിൾ ക്വസ്റ്റ്യനും എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്ന് ഞാൻ പറയുമ്പം വെറുതെ ബൈ ഹാർട്ട് പിടിച്ച് ചെയ്യാനല്ല, ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ, യു ക്യാൻ സോൾവ് എനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വിച്ച് കംസ് ഫ്രം ദിസ് ചാപ്റ്റർ ഇൻ എ ബോർഡ് എക്സാം. അത് മസ്റ്റായിരിക്കും. ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് യു ക്യാൻ ഈസിലി സോൾവ്. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത, എക്സാമ്പിളും എക്സസൈസും ചെയ്യാൻ കഴിയുന്നെങ്കിൽ. സോ ഷാൽ വി question number 4. Question number 4 now. We have discussed up to question number 3. Fourth question. A cubical block of side 7 cm is surmounted by a hemisphere. Once again, a cubical block of side, ഞാൻ ചെയ്യുന്നത് നിങ്ങൾ വ്യക്തമായി ചെക്ക് ചെയ്യണം. എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് സൈഡിൽ ആൻസർ ചെക്ക് ചെയ്യണം. ഓക്കെ, എ ക്യൂബിക്കൽ ബ്ലോക്ക് ഓഫ് സൈഡ് 7 cm ഈസ് സർമൗണ്ടഡ് ബൈ എ ഹെമിസ്ഫിയർ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? ഒരു ക്യൂബിക്കൽ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ക്യൂബിക്കൽ ബ്ലോക്ക്? ക്യൂബ്. ഓക്കെ, അല്ല ക്യൂബോയിഡ് ആണെങ്കിൽ ക്യൂബോയിഡൽ ബ്ലോക്ക് എന്നാണ് പറയാം. അപ്പോൾ ക്യൂബാണ് ബ്ലോക്ക്, ഒരു ക്യൂബ്. അതിൻ്റെ ഒരു സൈഡ് 7 cm ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഓൾ സൈഡ് വിൽ ബി 7 cm. And that cubical block of side 7 cm is surmounted by a hemisphere. സോ ആ ക്യൂബിക്കൽ ബ്ലോക്ക് ഓഫ് സൈഡ് 7 cm ഈസ് സർമൗണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു സാധനം മൗണ്ട് ചെയ്യുന്നു. എന്താണത്? ബൈ എ ഹെമിസ്ഫിയർ. അതായത് ക്യൂബിക്കൽ ബ്ലോക്ക്, ഒരു സൈഡ് 7 cm ആയിട്ടുള്ള ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തു. എന്ത്? ഒരു ഹെമിസ്ഫിയർ മൗണ്ട് ചെയ്ത് വെച്ചു. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ ദ ഹെമിസ്ഫിയർ ക്യാൻ ഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ മുകളിൽ ആ ഹെമിസ്ഫിയർ വെക്കണമെങ്കിൽ ഏത് രീതിയിൽ, അതായത് നമുക്ക് ഒരു രീതിയിൽ വെക്കണം. ആ രീതിയിൽ വെക്കുമ്പം ആ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ മാക്സിമം ആണ്. ഞാൻ ക്വസ്റ്റ്യൻ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ്, ഇപ്പോഴുള്ള ടോട്ടൽ സോളിഡ് ഇല്ലേ, ഏത് ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ മുകളിൽ ഹെമിസ്ഫിയർ വെച്ചിട്ടുള്ള ടോട്ടൽ സോളിഡിൻ്റെ സർഫസ് ഏരിയ കാണണം. പക്ഷേ ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഈ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസോ ഡയമീറ്ററോ തന്നിട്ടില്ല. അത് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യണം. എങ്ങനെ? ഈ ക്യൂബിക്കൽ ബ്ലോക്കിൽ ഹെമിസ്ഫിയർ വെക്കുമ്പം ഹെമിസ്ഫിയറിന് മാക്സിമം ഡയമീറ്റർ കിട്ടത്തക്ക രീതിയിൽ എത്ര ഡയമീറ്റർ ആകും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ ലെറ്റ് മീ ഡ്രോ എ ഫിഗർ ആൻഡ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ. സി, the question is discussing about a cubical block of side 7 cm. So let me draw that cubical block. Okay.
cubical block ആണ്. Its side is 7 cm. No, it seems to be cuboid, but ഞാൻ ക്യൂബാണ് വരച്ചത്. Its side is 7 cm. Since it is a cubical block, all sides will be 7 cm. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ എനിക്ക് വരയ്ക്കണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതൊക്കെ രീതിയിൽ ഹെമിസ്ഫിയർ വരയ്ക്കാൻ പറ്റും. അതായത് ഹെമിസ്ഫിയർ വരയ്ക്കണമെന്നല്ല, ഇതിൻ്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ എനിക്ക് പ്ലേസ് ചെയ്യണം, മൗണ്ട് ചെയ്യണം. ഏതൊക്കെ രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹെമിസ്ഫിയർ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്തിട്ട് ക്യാൻ യു സീ ദിസ്? പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു ഹെമിസ്ഫിയർ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. സി, എന്തായിരിക്കും ഈ ഹെമിസ്ഫിയറിൻ്റെ പ്രത്യേകത? ഈ ഹെമിസ്ഫിയറിൻ്റെ ഒരു ഡയമീറ്റർ ഉണ്ടാവുമല്ലോ. ഇതാണ്. ക്യാൻ യു സീ ദിസ്? ഓക്കെ. അപ്പോൾ ഈ ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഹെമിസ്ഫിയർ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ. പക്ഷേ ഈ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതല്ലേ ഈ ഡയമീറ്റർ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ഹെമിസ്ഫിയർ പ്ലേസ് ചെയ്യുമ്പോൾ പിന്നെ ആ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് മാക്സിമം ആകുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഹെമിസ്ഫിയർ പ്ലേസ് ചെയ്യുമ്പം ഈ ഡയമീറ്റർ മാക്സിമം ആണോ? ഇനിയും വലുപ്പമുള്ളൊരു ഹെമിസ്ഫിയർ ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തില്ലേ? അങ്ങനെ ഉള്ള ഹെമിസ്ഫിയറാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ പ്ലേസ് ചെയ്യണം. എങ്ങനത്തെ ഹെമിസ്ഫിയറാണ് പ്ലേസ് ചെയ്യേണ്ടത്? എന്താണ്, ഏത് രീതിയിൽ, അത് എങ്ങനത്തെ ഹെമിസ്ഫിയറാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ക്വസ്റ്റിന് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ ദ ഹെമിസ്ഫിയർ ക്യാൻ ഹാവ് എന്ന് പറയുമ്പം ഒരു ഹെമിസ്ഫിയർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ മാക്സിമം ആവണം. ഇപ്പം നിങ്ങൾ ഈ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ നോക്കി, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളൂ. ഇതിനേക്കാൾ വലിയൊരു ഹെമിസ്ഫിയർ എനിക്കിതിൽ പ്ലേസ് ചെയ്തുകൂടെ? അപ്പം അങ്ങനെയല്ലേ എനിക്ക് ഡയമീറ്റർ മാക്സിമം ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു ഡയമീറ്റർ ഒരു മിനിമമാണ്, ഇനി കുറച്ചും കൂടെ മാക്സിമൈസ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ. അതായത് ഞാൻ ഈ ഹെമിസ്ഫിയർ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുവാണ്. വേറൊരു ഹെമിസ്ഫിയർ കുറച്ചും കൂടെ ഡയമീറ്റർ മാക്സിമൈസ് ചെയ്തിട്ടുള്ള ഹെമിസ്ഫിയർ വെക്കാൻ പറ്റും. അങ്ങനെ ഏറ്റവും മാക്സിമം ഉള്ള ഒരു ഹെമിസ്ഫിയറാണ് വെക്കേണ്ടത്. സച്ച് ദാറ്റ് ആ ഹെമിസ്ഫിയർ ഈ ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ മുകളിൽ കറക്റ്റ് കൊള്ളും വേണം. ഒരു ഹെമിസ്ഫിയറിൻ്റെ ഒരു പോർഷൻ പോലും പുറത്തു പോകാൻ പാടില്ല. ഈ ഹെമിസ്ഫിയർ കറക്റ്റ് ക്യൂബിൻ്റെ മുകളിൽ കൊള്ളത്തക്ക രീതിയിലുള്ള ഒരു മാക്സിമം ആയിട്ടുള്ള ഒരു ഹെമിസ്ഫിയറാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അപ്പം നമ്മൾ വരച്ച പോലെ അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മാക്സിമൈസ് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു ഹെമിസ്ഫിയർ ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്നതാണ്. ഇങ്ങനെ ബേസ് ഇങ്ങനെ ഒരു സർക്കിളായിട്ടുള്ള ഒരു ഹെമിസ്ഫിയർ ഞാൻ പ്ലേസ് ചെയ്തെങ്കിൽ അല്ലേ ആ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ, ഈ ഫിഗർ വരച്ചതിൽ കുറച്ച് ക്ലാരിറ്റി ഇൻ ദ സെൻസ് കറക്റ്റ് സർക്കിളായില്ല, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ഹെമിസ്ഫിയർ ആയിരിക്കില്ലേ വെച്ചാലല്ലേ അതിൻ്റെ ഡയമീറ്റർ മാക്സിമം ആവുക. ഇപ്പം നിങ്ങൾ നോക്കി, ഇതിൻ്റെ ഡയമീറ്റർ ഈ ക്യൂബിൻ്റെ ഈ അറ്റം മുതൽ, എന്താണ് ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ താഴെയുള്ള സർക്കിളിൻ്റെ 2 എൻഡ് പോയിൻറ്റ് സെൻറ്ററിൽ കൂടെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ഡയമീറ്റർ. ഇപ്പോൾ ആ ഡയമീറ്റർ മാക്സിമം ആയില്ലേ? ഇതിൽ കൂടുതൽ ഇനി ഒരു ഡയമീറ്റർ മാക്സിമം ആക്കാൻ പറ്റുമോ? അപ്പോൾ എന്താവും? ക്യൂബിൻ്റെ പുറത്ത് പോകില്ലേ? ഇപ്പോൾ ഇത് കറക്റ്റ് ക്യൂബിൻ്റെ ഒരു എഡ്ജ് മുതൽ മറ്റേ എഡ്ജ് വരെ ഉണ്ട് ആ ഡയമീറ്റർ. Okay, what do you mean by diameter? Diameter is a point joining from one end point to the circle to the another end point through the center. That is what is diameter. And here the diameter എന്ന് പറയുന്നത് ആ ക്യൂബിൻ്റെ 2 എഡ്ജ് പോയിൻറ്റും തട്ടുന്നതാണ്. ക്യൂബിൻ്റെ ഇതാണുള്ള ക്യൂബ്, അതിൻ്റെ 2 എഡ്ജ് പോയിൻറ്റും തട്ടുന്ന ഡയമീറ്ററാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഡയമീറ്റർ മാക്സിമം ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതിൽ കൂട്ടൊരു സിലിണ്ടറാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, ഇതൊരു ഹെമിസ്ഫിയറാണ്. ഈ ഹെമിസ്ഫിയറിനെ ഞാൻ സിലിണ്ടർ എന്നാണോ പറഞ്ഞത് അറിയില്ല, ഇതൊരു ഹെമിസ്ഫിയറാണ്. ഈ ഹെമിസ്ഫിയർ ഇങ്ങനെ കമിഴ്ത്തി വെച്ചേക്കാണ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ? ഈ താഴത്തെ ഈ സർക്കിൾ കാണാൻ പറ്റുമോ? ഇല്ല. ഒരു ചിരട്ട കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ചിരട്ടയുടെ ബേസ് കാണാൻ പറ്റുമോ? ഇല്ല, അത് കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വരച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സർക്കിൾ ഞാൻ വരച്ചത്. ശരിക്കും ഇത് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് യു മേ അണ്ടർസ്റ്റുഡ്. അപ്പം ഇതാണ് അതിൻ്റെ മാക്സിമം ആയിട്ടുള്ള ഡയമീറ്റർ. ആ ഡയമീറ്റർ എത്രയായിരിക്കും? ഇൻ ദ ക്വസ്റ്റൻ ഇറ്റ് ഈസ് നോട്ട് ഗിവൺ. ക്യാൻ യു ടെൽ മീ ദ ഡയമീറ്റർ? സി, ഈ സൈഡ് എന്ന് പറയുന്നത് ഈ ക്യൂബിൻ്റെ ഈ സൈഡിന് ഈക്വലല്ലേ? അതായത് ക്യൂബിൻ്റെ ഈ എൻ പോയിൻറ്റ് മുതൽ ഈ എൻ പോയിൻറ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്യൂബിൻ്റെ ഒരു സൈഡ് അഥവാ ഇവിടെ 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ക്യൂബിൻ്റെ ഒരു എൻ പോയിൻറ്റ് മുതൽ അടുത്ത ഒരു എൻ പോയിൻറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ ക്യൂബിൻ്റെ സൈഡ്. അതാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 7 സെൻറ്റിമീറ്റർ. അത് തന്നെയായിരിക്കില്ല ഇതും നോക്കിയേ. ഈ ഡയമീറ്റർ എന്ന് പറയുന്നതും ക്യൂബിൻ്റെ ഒരു എൻഡ് പോയിൻറ്റ് മുതൽ മറ്റേ എൻഡ് പോയിൻറ്റ് വരെ കണക്ട് ചെയ്യുന്ന ലൈനല്ലേ. അപ്പം ഈ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്ററും 7 ആയിരിക്കില്ലേ? ക്യാൻ യു അണ്ടർസ്റ്റുഡ്? നോ. ഇതാണ് ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ. ഓഫ് കോഴ്സ് ആ ഡയമീറ്റർ എന്ന് പറയുന്നത് ഫിഗറിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. ക്യൂബിൻ്റെ ഒരു എൻ പോയിൻറ്റ് മുതൽ മറ്റേ എൻ പോയിൻറ്റ് വരെ മുട്ടുന്നതാണ്. അപ്പം അതും എന്തായിരിക്കും? ക്യൂബിൻ്റെ ഈ സൈഡിന് ഈക്വൽ ആയിരിക്കില്ലേ? ഇതും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 7 സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ ഈസ് 7 centimeter. So that we have to represent first. Okay, what I have to write first? Maximum diameter
possible for hemisphere is equal to 7 centimeter. I think it is very clear for you, no? I don't need to explain the question once again. Okay, and this is the case. And what is the find the surface area of the solid. I am supposed to calculate the surface area of the solid. That means ഇതിൻ്റെ surface area. What do you mean by surface area? ഇതൊരു ടോയ് ആണെന്ന് വിചാരിക്കാം നിങ്ങൾ. ഇതൊരു ബ്ലോക്കാണ്, ക്യൂബിക്കൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു ടോയ് ആണെന്ന് വിചാരിക്കാം. ഇതൊരു ബിൽഡിംഗ് അല്ല. ബിൽഡിംഗ് ആണെങ്കിൽ എന്താണ് അവസ്ഥ? ഇതെടുത്ത് ഉയർത്തി അതിൻ്റെ അടിഭാഗം പെയിൻ്റ് അടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇതൊരു ബിൽഡിംഗ്, ഒരു ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് താഴത്തെ ഭാഗവും കൺസിഡർ ചെയ്യാം, എടുത്ത് ഉയർത്താൻ പറ്റുമെന്ന് ചുരുക്കം. പക്ഷേ ഈ ഹെമിസ്ഫിയർ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാം, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹെമിസ്ഫിയർ ഈസ് മൗണ്ടഡ് ഓൺ എ ക്യൂബിക്കൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ മൗണ്ടഡ് എന്ന് വെച്ചാൽ പേസ്റ്റ് ചെയ്ത് വെച്ചു എന്ന് തന്നെ നിങ്ങൾ കരുതിക്കോളൂ. ഓക്കെ, അപ്പം ഇതാണ് കേസ്. അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്? നിങ്ങൾക്കൊരു പെയിൻറ്റും ബ്രഷും തന്നു, എന്നിട്ട് നിങ്ങളോട് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞു. ഏതൊക്കെ ഭാഗം നിങ്ങൾ പെയിൻ്റ് അടിക്കും? ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ പെയിൻ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ എല്ലാ സർഫസും പെയിൻ്റ് അടിച്ച് പിന്നെ നമുക്ക് മുകൾ ഭാഗത്ത് ഈ ഇങ്ങനെയുള്ള ഗ്യാപ്പ് മാത്രമേ പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഹെമിസ്ഫിയറിൻ്റെ ബേസ് ഉള്ള ഭാഗം നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് നിങ്ങൾക്ക് എഴുതാം. പക്ഷേ എന്ത് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യണം? ഈ ഹെമിസ്ഫിയറിൻ്റെ ബേസ് ഭാഗം പെയിൻ്റ് അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ ബേസ് ഭാഗം സബ്ട്രാക്ട് ചെയ്യണം. പിന്നെ എന്താ നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുക? ഈ കേവ്ഡ് സർഫസ് ഓഫ് ദ ഹെമിസ്ഫിയർ ഓൾസോ ക്യാൻ ബി പെയിൻറ്റഡ്. ഐ തിങ്ക് നോ നീഡ് ഓഫ് മച്ച് എക്സ്പ്ലനേഷൻ ബിക്കോസ് വി ഓൾറെഡി ഡിസ്കസ് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ സർഫസ് ഏരിയ ഏതാണ് റിക്വയർഡ് സർഫസ് ഏരിയ വരിക? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റിക്വയർഡ് സർഫസ് ഏരിയ. റിക്വയർഡ് സർഫസ് ഏരിയ വിൽ ബി വാട്ട്? Total surface. Can I write total surface area of cube? I cannot write, but I can write when if I am ready to subtract the base area of hemisphere. Isn't it? Why? Because total surface area of cube I cannot paint. Which I cannot paint? Base area of hemisphere in ബേസ് ഉള്ള ഭാഗം എനിക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അത് സബ്ട്രാക്ട് ചെയ്തത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബിൽ നിന്നും ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. പ്ലസ് then I can paint one more surface, which is that caved surface area of the hemisphere. So write that caved surface area of hemisphere. Very simple, no? Okay, now we just see which is the formula for calculating total surface area of the cube. Total surface area of the cube formula is 6a square, isn't it? Minus base area of the hemisphere, which is the formula base is a circle, no? So its area is pi r square, plus caved surface area of hemisphere, which is the formula? Tell me 2 pi r square. And this r is same because both are the radius of the hemisphere. So no need to mark it as r1 and r2 since both are same radius, no? So 6a square as it is. Then what is minus pi r square plus 2 pi r square? So minus pi r square you can write it as minus 1 pi r square, no? Is there any problem? No. So what is minus 1 pi r square plus 2 pi r square? It is just like minus 1x plus 2x, no? What is minus 1x plus 2x? Plus 1x. So here plus 1 pi r square will come. Then now it is a time to substitute all the values. 6 into a. Here a stands for the side of the cube, that is nothing but 7. So 7 square plus 1 pi r square is nothing but pi r square. Pi value you can substitute as 22 by 7 because you may understood the reason, because the radius is 7. No, radius is not 7. What is radius? Here the diameter is, we have calculated the diameter of 7. If diameter is 7, what will be the radius? 7 by 2. So instead of r square you can write 7 by 2 whole square, or you can write 7 by 2 into 7 by 2. And okay, you may understood, no? Now what is 7 square? 49 into 6. So 6 into 49 will come, plus here you can cancel these terms and you can cancel these terms. So what will remain? 11 into 7, 77 by 2 will remain. And what is 6 into 49? 49 into 6. Answer is 294. So 294 plus what is 77 by 2? 77 by 2 is nothing but half of 77. What is half of 77? 38.5, no? 38.5. So 294 plus 38.5 will give you the answer. 332.5 centimeter square. Unit is centimeter square because it is something area. So 332.5 centimeter square is the required area. Now it is the time to check the backside answer. Now question number 5. It is a very interesting question. Read it out. A hemispherical depression. What do you mean by hemispherical depression? ഒരു ഹെമിസ്ഫിയറിൻ്റെ കുഴി എന്നാണ് അർത്ഥം. ഒരു ഹെമിസ്ഫെറിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്
നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. ചിലപ്പം റേസ്ഡ് പോർഷൻ എന്ന് പറയാം, റേസ്ഡ്. ചില ക്വസ്റ്റ്യനിൽ റേസ്ഡ് പോർഷൻ എന്ന് കാണും, ചില ക്വസ്റ്റ്യനിൽ ഡിപ്രഷൻ എന്ന് കാണും. ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴി എന്നാണ് അർത്ഥം. റേസ്ഡ് പോർഷൻ എന്ന് വെച്ചാൽ ഉയർന്നു നിൽക്കുന്നു. ഉദാഹരണത്തിന് ഒരു ക്യൂബിക്കൽ ബ്ലോക്കാണെന്ന് വിചാരിക്കുക, ഒരു സിലിണ്ടറാണെന്ന് വിചാരിച്ചോളൂ. ഈ സിലിണ്ടറിൻ്റെ ഒരറ്റത്ത് ഹെമിസ്ഫെറിക്കൽ റേസ്ഡ് പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ഒരറ്റത്ത് ഇങ്ങനെ ഒരു ഹെമിസ്ഫെറിക്കൽ റേസ്ഡ് പോർഷൻ ഉണ്ട്. ഇനി അഥവാ ഒരു സിലിണ്ടറിൻ്റെ ഒരറ്റത്ത് ഹെമിസ്ഫെറിക്കൽ ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു കുഴിഭാഗം താഴോട്ട് ഒരു ചെറിയ കുഴി, നമ്മൾ ബേഡ് ബാത്ത് ഒക്കെ ചെയ്തില്ലേ അതുപോലെ. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. പറഞ്ഞു തന്നാന്ന് തോന്നുന്നു. ആൻഡ് നൗ ഇറ്റ് ഈസ് എ ടൈം ടു റീഡ് ക്വസ്റ്റ്യൻ നമ്പർ 5 നോ. എ hemispherical depression is cut out from one face of a cubical wooden block such that, അതായത് എന്താണ്, ഒരു ഹെമിസ്ഫെറിക്കൽ ഡിപ്രഷൻ, ഒരു ഹെമിസ്ഫിയർ ആകൃതിയിൽ ഒരു കുഴി ഉണ്ടാക്കി. എവിടെ? ഈസ് കട്ട് ഔട്ട് എന്ന് വെച്ചാൽ മുറിച്ചെടുത്തു. എവിടെ? ഫ്രം വൺ ഫേസ് ഓഫ് എ ക്യൂബിക്കൽ വുഡൻ ബ്ലോക്ക്, ഒരു ക്യൂബ് വുഡായിട്ടുള്ള ക്യൂബ്. കാരണം നമുക്ക് ഇങ്ങനെ മാന്തി എടുക്കുക അല്ലെങ്കിൽ കുഴിച്ചെടുക്കണമെങ്കിൽ അത് ഒരു വുഡൻ ആയിരിക്കണം അല്ലേ. അപ്പോൾ വുഡൻ ക്യൂബിൽ നിന്നും ഏതാണ് വുഡൻ ക്യൂബിൻ്റെ എല്ലാ ഫേസിൽ നിന്നും ആണോ? അല്ല, വുഡൻ ക്യൂബിൻ്റെ ഒരു ഫേസിൽ നിന്നും, വൺ ഫേസിൽ നിന്നും എന്ത് മുറിച്ചെടുത്തു? ഒരു ഹെമിസ്ഫെറിക്കൽ ഡിപ്രഷൻ എടുത്തു. ഓക്കെ, ഒരു ഫേസിൽ നിന്നും. ഓക്കെ, സച്ച് ദാറ്റ് ദ ഡയമീറ്റർ എൽ ഓഫ് ദ ഹെമിസ്ഫിയർ, ദാറ്റ് മീൻസ് ഹിയർ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ the diameter of the hemisphere which you are going to cut out is given as L. ഡയമീറ്റർ ഒരു സംഖ്യയല്ല തന്നേക്കുന്നത്, ഒരു എൽ എന്നാണ് തന്നേക്കുന്നത്, ഡയമീറ്റർ എൽ. ആ ഡയമീറ്റർ, അതായത് നിങ്ങൾ ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന ആ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ എഡ്ജ് ഓഫ് ദ ക്യൂബിൻ്റെ എഡ്ജിന് ഈക്വൽ ആകണം. ഇപ്പം നമ്മൾ നേരത്തെ മുമ്പ് ചെയ്ത ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടില്ലായിരുന്നോ, ഡയമീറ്ററും എഡ്ജ് ഓഫ് ദ ക്യൂബും സെയിം ആവുന്നത്. അങ്ങനെയുള്ള രീതിയിലാണ് നിങ്ങൾ മുറിച്ചെടുക്കേണ്ടത്. ഡിറ്റർമൈൻ ദ surface area of the remaining solid. You are supposed to calculate the surface area of the remaining solid. Let me explain the question by drawing a figure. So you may understood the question. What is the meaning of the question? നമ്മൾ ഒരു ക്യൂബിക്കൽ വുഡൻ ബ്ലോക്ക് ശ്രദ്ധിച്ചിരിക്കുക. ഒരു ക്യൂബിക്കൽ, ഇവിടെ കറണ്ട് ഇല്ല അതുകൊണ്ട് ലൈറ്റ് ഇടാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ലൈറ്റ് ഇടാത്തപ്പോഴാണ് തോന്നുന്നു കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടുതൽ. ഇതാ ഇങ്ങനെയുള്ള ഒരു ക്യൂബിക്കൽ വുഡൻ ബ്ലോക്ക്. ഓക്കെ, ഈ ബ്ലോക്കിൻ്റെ ഒരു ഫേസിൽ നിന്നും, അതായത് എവിടെ വേണമെങ്കിലും ആവാം, ഞാൻ ഈ മുകൾ ഭാഗത്തു നിന്ന് ആക്കുന്നു, ഏതെങ്കിലും ഒരു ഫേസിൽ നിന്നും നിങ്ങളൊരു ഹെമിസ്ഫെറിക്കൽ ഡിപ്രഷൻ കട്ട് ചെയ്യണം. ഹെമിസ്ഫെറിക്കൽ ഡിപ്രഷൻ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പല രീതിയിൽ കട്ട് ചെയ്യാം. എന്താ, ഇങ്ങനെ ഒരു ചെറിയൊരു ഹെമിസ്ഫിയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലേ, ഡിപ്രഷനാണ് കേട്ടോ, കുഴിച്ചെടുക്കണം. അല്ലാണ്ട് കുറച്ചും കൂടെ വലിയൊരു ഹെമിസ്ഫിയർ വേണമെങ്കിൽ കുഴിച്ചെടുക്കാം. പക്ഷേ ഇവിടെ കുഴിച്ചെടുക്കുന്ന ഹെമിസ്ഫിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കുഴിച്ചെടുക്കുന്ന ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്ററും ഈ ക്യൂബിൻ്റെ എഡ്ജും ഈക്വൽ ആവണം. എന്ന് പറയുമ്പം മക്കളെ, നമുക്ക് ഇങ്ങനെ ഒരു ഹെമിസ്ഫിയർ, ഇങ്ങനെയുള്ള ഒരു ബേസ് ഉള്ളൊരു ഹെമിസ്ഫിയർ ഇങ്ങനെ കട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. കാരണം എന്താ പറ, നിങ്ങളൊന്ന് പറഞ്ഞു തരും എന്താ കാരണം എന്ന്. ഇതാ ഇപ്പം നോക്കി, ഇപ്പോഴാണല്ലോ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ ഏതാ, ഹെമിസ്ഫിയറിൻ്റെ സർക്കിളാണിത്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയാണ് ഡയമീറ്റർ വരിക. ആ ഡയമീറ്ററും ക്യൂബിൻ്റെ എഡ്ജും ഈക്വൽ ആയില്ലേ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ലേ കട്ട് ചെയ്യേണ്ടത്. നേരത്തെ ചെറിയ രീതിയിലാണെങ്കിൽ അതിൻ്റെ ഡയമീറ്ററും ക്യൂബിൻ്റെ എഡ്ജും ഈക്വൽ ആവുമോ? ഇല്ല. ഇപ്പോൾ നോക്കി, ഈ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്ററും ക്യൂബിൻ്റെ എഡ്ജും ഈക്വലാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ താഴെ ഭാഗം ഇങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാത്ത എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല വരയ്ക്കുക, ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അതിനുള്ള റീസൺ ആർക്ക് പറയാം? ഫിഗർ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം വരയ്ക്കണം, മാക്സിമം തെറ്റില്ലാണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് എന്താ സാധനം? ഇത് ക്യൂബിൻ്റെ ഒരു ഫേസിൽ നിന്നും ഒരു ഹെമിസ്ഫിയർ ആകൃതിയിൽ കുറച്ച് ഉള്ളിൽ മരമാണല്ലോ, മരം ഇങ്ങനെ ഹെമിസ്ഫിയർ ആകൃതിയിൽ കുഴി ഉണ്ടാക്കി. അതായത് ഇപ്പം ഇത് കാണുമ്പോൾ ഒരു ക്യൂബിൻ്റെ ഒരറ്റത്ത് ഒരു ഹെമിസ്ഫിയർ ആകൃതിയിൽ ഒരു കുഴിയാണ്. അപ്പോൾ ആ കുഴി വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യാമായിരുന്നു, എനിക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാമായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ആ കുഴിയുടെ ഡെപ്ത്ത് ഈ ക്യൂബിൻ്റെ ഒരറ്റം വരെ, ക്യൂബിൻ്റെ ഡെപ്ത്തിൻ്റെ അത്രയും ഈ ഹെമിസ്ഫിയറിൻ്റെ ഡെപ്ത്ത് വരയ്ക്കാൻ എന്താ കാരണം പറയാൻ പറ്റുമോ? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ദ ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ ഈസ് ഈക്വൽ ടു ദ എഡ്ജ് ഓഫ് ദ ക്യൂബ് എന്ന്. അതായത് എഡ്ജ് ഓഫ് ദ ക്യൂബും
അതായത് ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ, ഡയമീറ്റർ എൽ ഓഫ് ദ ഹെമിസ്ഫിയർ, അതായത് ഈ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ, അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ഡയമീറ്റർ, അത് എൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എല്ല്, ഈ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ആ എൽ എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആവണം? ആ എൽ എന്ന് പറയുന്നത് ക്യൂബിൻ്റെ സൈഡിന് ഈക്വൽ ആവണം. ആ രീതിയിലാണ് നമ്മൾ വരച്ചത്. അപ്പം ഇപ്പോൾ ഉള്ള ഈ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്ററായ എല്ലും ക്യൂബിൻ്റെ സൈഡും ഈക്വൽ ആവണ്ടേ? അതായത് ക്യൂബിൻ്റെ സൈഡും എന്താവും? എല്ലാവൂലേ? ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാണെങ്കിൽ ഈ ഫിഗർ തെറ്റാണ്. അതിനുള്ള കാരണം ഞാൻ പറയാം. ഇതെല്ലാണല്ലോ, അതായത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ എത്രയാണോ ആ ഡയമീറ്റർ തന്നെയാണ് ക്യൂബിൻ്റെ സൈഡും വരിക. അപ്പോൾ ഡയമീറ്റർ എൽ എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അതുകൊണ്ട് ക്യൂബിൻ്റെ സൈഡും എല്ലാവും. അപ്പോൾ ക്യൂബിൻ്റെ സൈഡ് ഇതെല്ലാണെങ്കിൽ ഇതും എന്തായിരിക്കും? ഓഫ് കോഴ്സ് എന്തായിരിക്കും? എല്ല്, കാരണം ക്യൂബിൻ്റെ സൈഡൊക്കെ ഈക്വൽ ആവണ്ടേ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതെല്ലാം ആവുകയാണെങ്കിൽ ഈ ഹെമിസ്ഫിയറിൻ്റെ ഡെപ്ത് എന്ത് വരും? ഇതെല്ലാം ആണെങ്കിൽ ഈ ഹെമിസ്ഫിയറിൻ്റെ ഈ ഡെപ്ത് തന്നെയായിരിക്കുമല്ലോ ഈ ഡെപ്തും. അതും എല്ലാം ആവുമോ? ഇല്ല. കാരണം എന്താ? ഇവിടം മുതൽ ഇവിടം വരെ എന്ന് പറയുന്നത് ഹെമിസ്ഫിയറിൻ്റെ റേഡിയസാണ്. സെൻറ്റർ ടു ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് ഹെമിസ്ഫിയറിൻ്റെ എന്താണ്? റേഡിയസാണ്. ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ എല്ല്, അപ്പോൾ റേഡിയസ് L/2 അല്ലേ ആവുള്ളൂ. അപ്പം ഇതിങ്ങനെ താഴ്ത്തി വരയ്ക്കാൻ പറ്റുമോ? ഇവിടം വരെ അല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ക്ലിയർ ആക്കിയിട്ട് തന്നെ പോകും. ഇപ്പം ഞാനായി വരുത്തി വെച്ച കൺഫ്യൂഷനാണ്, ഞാനായിട്ട് തന്നെ ക്ലിയർ ചെയ്യാം. ഉദാഹരണത്തിന് ഇത് 6 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഡയമീറ്റർ 6 ആണെന്ന് വിചാരിക്കുക ഹെമിസ്ഫിയറിൻ്റെ. ഓഫ് കോഴ്സ് അപ്പോൾ ഇതും എന്തായിരിക്കണം? ക്യൂബിൻ്റെ സൈഡും 6 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ ഇത് 6 ആകുമ്പോൾ ഓഫ് കോഴ്സ് ഇത് എത്ര വരും? ഈ ഡെപ്ത് തന്നെയാണല്ലോ ഈ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ ഡെപ്ത് എത്ര വരും? 6 വരും. പക്ഷേ നമുക്കറിയാം ഹെമിസ്ഫിയറിൻ്റെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, അത് റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ ഡയമീറ്ററാണ് 6, അപ്പോൾ റേഡിയസ് എത്രയേ വരുള്ളൂ? 3 വരുള്ളൂ. അപ്പോൾ റേഡിയസ് 6 ആവാൻ പാടുമോ? ഇല്ല. അപ്പോൾ റേഡിയസ് 3 ആകുന്ന രീതിയിൽ അല്ലേ നമുക്ക് ഡെപ്ത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഐ തിങ്ക് നൗ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഇത് മനസ്സിലായില്ലെങ്കിൽ അത്ര നിങ്ങൾ ആലോചിക്കാതിരിക്കുക. ഫിഗർ ഞാൻ കറക്റ്റായിട്ട് വരയ്ക്കാം. നിങ്ങൾ അത്ര ഡെപ്തിൽ ആലോചിക്കേണ്ട, ഫിഗർ ഞാൻ കറക്റ്റായിട്ട് വരയ്ക്കാം. അപ്പം ഒരു ക്യൂബോയിഡൽ ബ്ലോക്ക്, ഈ ക്യൂബോയിഡൽ ബ്ലോക്കിൻ്റെ മുകളിൽ നിന്നും ഒരു ഹെമിസ്ഫിയറിക് ഡിപ്രഷൻ നമ്മൾ കട്ട് ചെയ്യുന്നു. സച്ച് ദാറ്റ് ആ ഹെമിസ്ഫിയറിക്കൽ ഡിപ്രഷൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ക്യൂബിൻ്റെ എഡ്ജിന് ഈക്വൽ ആവണം. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഇനി ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഇങ്ങനെയായിരിക്കും കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഹെമിസ്ഫിയറിക്കൽ ഡിപ്രഷൻ കട്ട് ചെയ്തു. താഴെ വരെ എത്തിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു നോക്കാം. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഹെമിസ്ഫിയറിക്കലിൻ്റെ ഡയമീറ്റർ എന്താണ്? എല്ലാണ്. ഇതാണല്ലോ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ, അത് എല്ലെന്ന് തന്നിട്ടുണ്ട്. ആ എല്ലും ക്യൂബിൻ്റെ സൈഡും ഈക്വൽ ആവണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഡയമീറ്റർ തന്നെയായിരിക്കും ക്യൂബിൻ്റെ സൈഡ്, അപ്പോൾ ക്യൂബിൻ്റെ സൈഡും എല്ല്. അങ്ങനെയാണെങ്കിൽ എല്ലാ സൈഡും എന്താണ്? ഈ എല്ലാണ്. എല്ലല്ലേ വരിക, കാരണം ക്യൂബിൻ്റെ ഈ സൈഡ് എല്ലാണെങ്കിൽ എല്ലാവും, ഇതൊക്കെ എല്ലാവും അല്ലേ. അപ്പം ഇതെല്ലാം ആകുമ്പം നിങ്ങൾ നോക്കിയേ, ഈ ഹെമിസ്ഫിയറിൻ്റെ ഇത് നോക്കുക. ഇപ്പം നമ്മൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ അല്ല, റേഡിയസ് ആണ്. അതായത് ഇത് ഡയമീറ്റർ എല്ലാണെങ്കിൽ ഇത് എല്ലിൻ്റെ പകുതിയുള്ളൂ, L/2 വരുള്ളൂ. അപ്പം ഇത് താഴെ വരെ L/2 വരുമോ? കാരണം ഈ താഴെ വരെയുള്ള ഡിസ്റ്റൻസ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡെപ്ത് ഇത്രയാണ് വരച്ചുള്ളൂ. കാരണം ഇതിപ്പം ഏകദേശം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം എല്ലാണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ ഇത് ഡെപ്താണ്. അതായത് ഇതാണ് ടോട്ടൽ ഡെപ്ത്. അത് ഇതിനോട് ഈക്വലായ എല്ലാണ് വരെ ഡെപ്ത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഡെപ്ത് ഇവിടം വരെ വരച്ചിട്ടുള്ളൂ, അത് എല്ലിൻ്റെ പകുതി വരെ. കാരണം അത്രേ പാടുള്ളൂ. കാരണം എന്താ? ഡയമീറ്റർ എല്ലാണെങ്കിൽ ഈ സാധനം റേഡിയസ് ആണ് L/2. ഇനി ഞാൻ പറഞ്ഞു കൊള്ളാക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയേണ്ടത് ഡിറ്റർമൈൻ ദ സർഫസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിറ്റർമൈൻ ദ സർഫസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ്. ഇതാണ് നിങ്ങളുടെ സാധനം. ഇതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്താണ് സർഫസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു പെയിൻറ്റും ബ്രഷും തന്നിട്ട് ഏതൊക്കെ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞു, ഏതൊക്കെ ഭാഗം നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും? പറ, ഏതൊക്കെ ഭാഗം നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും? എന്നാലോചിച്ച് നോക്കുക നിങ്ങൾ. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ നിങ്ങൾ മനസ്സിൽ അത് നന്നായി ഉൾക്കൊള്ളണം. ഇതെന്താണ് സാധനം എന്ന് ഉൾക്കൊള്ളണം. ഇത് ഹെമിസ്ഫിയറിക്കൽ കുഴിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലാണ്ട് ഇത് മുകളിൽ ഇങ്ങനെ കമിഴ്ത്തി വെച്ചേക്കുമല്ല, ഇത് താഴോട്ട് കുഴിച്ചെടുത്തേക്കാണ്. അപ്പോൾ ഒരു പെയിൻറ്റും ബ്രഷും തന്നാലോ ഒബ്വിയസ്ലി നിങ്ങൾ ഏതൊക്കെ ഭാഗം പെയിൻ്റ് അടിക്കും? ഈ ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ എല്ലാ ഭാഗവും പെയിൻ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ല. ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ താഴെ ഭാഗം പെയിൻ്റ് അടിക്കാം, സൈഡ് മൊത്തം താഴെ ഭാഗം പെയിൻ്റ് അടിക്കാമല്ലോ. താഴെ ഭാഗം പെയിൻ്റ് അടിക്കാം, താഴെ ഭാഗം ഫ്ലാറ്റാണ് ഓഫ് കോഴ്സ്. അപ്പോൾ താഴെ ഭാഗം പെയിൻ്റ് അടിക്കാം, സൈഡ് മൊത്തം പെയിൻ്റ് അടിക്കാം. മുകൾ ഭാഗം കംപ്ലീറ്റ് പെയിൻ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? മുകൾ ഭാഗത്തിൽ ഈ ഒരു ഭാഗം ഹോളാണ്, ആ ഭാഗം പെയിൻ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ അല്ലേ, ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് പെയിൻ്റ് അടിക്കാം. എന്താ?
ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് പെയിൻ്റ് അടിക്കാം അല്ലേ. അതായത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. ആ ടോട്ടൽ സർഫസ് ഏരിയയിൽ നിന്ന് ഈ ഭാഗം കുറച്ചിട്ടുള്ള ഭാഗം നമുക്ക് പെയിൻ്റ് അടിക്കാം. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. പക്ഷേ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബിൽ നിന്നും ഈ ഒരു ഭാഗം കുറച്ചിട്ടുള്ള ബാക്കി എല്ലാ ഭാഗവും ക്യൂബിൻ്റെ പെയിൻ്റ് അടിക്കാം അല്ലേ. അപ്പം റിക്വയർഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ് ആദ്യം വരിക? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ല. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്ന് വെച്ചാൽ ക്യൂബിൻ്റെ എല്ലാ സർഫസും വരും. ആ എല്ലാ സർഫസും പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അതിൽ എന്ത് സബ്ട്രാക്ട് ചെയ്ത് കളയണം? ഈ ഒരു പോർഷൻ സബ്ട്രാക്ട് ചെയ്ത് കളയണം. അതെന്താണ്? കാരണം ഈ ഭാഗം പെയിൻ്റ് അടിക്കാൻ പറ്റില്ല, അത് ഹോളാണ്. അതെന്താണത്? ബേസ് ഓഫ് ദ ഹെമിസ്ഫിയർ അല്ലേ. ബേസ് ഓഫ് ദ ഹെമിസ്ഫിയർ ആണത്. അതായത് നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ സബ്ട്രാക്ട് ചെയ്യണം പ്ലസ്. അപ്പം അത് ക്ലിയറായി. മൊത്തം പെയിൻ്റ് അടിക്കാൻ പറ്റില്ല, അതിൽ നിന്ന് ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ സബ്ട്രാക്ട് ചെയ്തു. അതായത് നമ്മൾ ഇപ്പോൾ ഏതൊക്കെ ഭാഗം പെയിൻ്റ് അടിച്ചു? ഈ ക്യൂബിൻ്റെ ചുറ്റും പിന്നെ ഈ ഭാഗവും പെയിൻ്റ് അടിച്ചു. കാരണം ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ ഏതെങ്കിലും ഭാഗമുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. ഇതൊരു കുഴിയാണ്. ആ കുഴീൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ചുകൂടെ? ആ കുഴീൻ്റെ സൈഡൊക്കെ പെയിൻ്റ് അടിച്ചുകൂടെ? ആ കുഴീൻ്റെ ആ കേവ്ഡ് ആയിട്ടുള്ള പോർഷൻ പെയിൻ്റ് അടിച്ചുകൂടെ? അതിന് പറയുന്ന പേരെന്താണ്? കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് വാട്ട്? ഓഫ് ഹെമിസ്ഫിയർ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു പെയിൻറ്റും ബ്രഷും തന്നു. അതാണ് നിങ്ങൾ സർഫസ് ഏരിയ എന്ന് ചോദിക്കുമ്പോൾ ആലോചിക്കേണ്ടത്. പെയിൻറ്റും ബ്രഷും തന്നപ്പോൾ നിങ്ങൾക്ക് ക്യൂബിൻ്റെ ചുറ്റുപാടും അടിക്കാം. ഏതൊഴിച്ച്? ഈ ഒരു ഭാഗം ഒഴിച്ച്. കാരണം അതൊരു ഹോളാണ്. അവിടെ നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. ഓക്കെ, അതൊരു കുഴിയാണ്. ആ ഭാഗം നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബിൽ നിന്ന് ആ ഭാഗം സബ്ട്രാക്ട് ചെയ്തു. പെയിൻ്റ് അടിക്കാൻ കഴിയാത്ത ഭാഗം സബ്ട്രാക്ട് ചെയ്തു. അതെന്ന് വെച്ചാൽ ഒരു സർക്കിളാണ്. എന്തിൻ്റെ സർക്കിൾ? ഹെമിസ്ഫിയറിൻ്റെ ബേസ് ആയിട്ടുള്ള സർക്കിൾ. അതാണ് ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് എഴുതിയത്. സബ്ട്രാക്ട് ചെയ്തു. അത്രയും ക്ലിയറായി. പിന്നെ പ്ലസ് വേറൊരു ഭാഗം കൂടെ നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്ലസ് ഇട്ടത്. പ്ലസ് ഇനിയും പറ്റും. പ്ലസ് ഏത്? ഇങ്ങനെ ബ്രഷ് എടുത്തിട്ട് ഉള്ളിലോട്ട് ഇറക്കി നമുക്ക് ആ ഹെമിസ്ഫിയറിൻ്റെ ചുറ്റുഭാഗം പെയിൻ്റ് അടിച്ചുകൂടെ? അതായത് കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. ആൻഡ് ദിസ് ഈസ് ദ തിങ്. യു മേ അണ്ടർസ്റ്റുഡ്, നോ? Okay, you may understood. Then now we can substitute all the formulas. Which is the formula for calculating total surface area of cube 6a square minus which is the formula for calculating base area of hemisphere? Base of a hemisphere is circle, so its area is pi r square plus caved surface area of hemisphere. അത് ഇന്നർ കേവ്ഡ് സർഫസ് ഏരിയ ആണെങ്കിലും ഔട്ടർ കേവ്ഡ് സർഫസ് ഏരിയ ആണെങ്കിലും ഫോർമുല സെയിം ആണ്. പക്ഷേ ശരിക്കും നമ്മളിവിടെ ഉപയോഗിച്ചത് ഇന്നർ കേവ്ഡ് സർഫസ് ഏരിയ ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നർ കേവ്ഡ് സർഫസ് ഏരിയ ആണ് ഇവിടെ ഉപയോഗിച്ചത്, കാരണം ഉൾഭാഗമാണല്ലോ അത്. ഓക്കെ, സോ ഇന്നർ കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. ആ ഫോർമുല എന്താണ്? ഔട്ടർ കേവ്ഡ് സർഫസ് ആണെങ്കിലും ഇന്നർ കേവ്ഡ് സർഫസ് ആണെങ്കിലും ഫോർമുല ഈസ് സെയിം, വിച്ച് ഇസ് ദാറ്റ് 2 pi r square. And this r stands for the radius of the hemisphere. This r also stands for the radius of hemisphere. So no need to mention it as r1 and r2. Both are same. And see 6a square, and similar to the previous question, what is minus pi r square plus 2 pi r square? We have calculated in the previous question as 1 pi r square, so no need to explain once again. 6 in the substitute everything. What this a stands for? A represents the side of the cube, and side of the cube is nothing but L, that is equal to the diameter of the hemisphere. So that is L, it is given. So 6 into L square. കാരണം സൈഡ് ഓഫ് ദ ക്യൂബ് എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയറിന് ഈക്വൽ ആണ് എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത്. ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ L ആണ്. സോ ഓഫ് കോഴ്സ് 6 into L square plus you may understood, no? Then pi as it is. Then what is this R? R is the radius of the hemisphere. How we can calculate the radius of the hemisphere? Radius of the hemisphere is nothing but half into diameter, no? Radius of the hemisphere is nothing but half of the diameter, no? Any problem? No. So half of what is the diameter of the hemisphere? Diameter of the hemisphere is this one. It is given in the question as L. So half into L. Don't forget that. Radius of the hemisphere is nothing but half into diameter. That means half into L or L by 2. So R square become L by 2 all square. I think it is very clear, no? Okay. So now it is a time to substitute the value. ഒന്നും പറഞ്ഞില്ല, എഴുതുക. വാട്ട് ഇസ് 6 into L square? 6L square plus കാരണം L, we don't know the value of L, so we have to keep L as it is itself, because nothing to substitute there because no numbers are given. So 6L square plus pi into L by 2 all square. Can I write L square by 4? Why? Because L in the square, L square, 2 in the square, 4. And now we just see, okay, 22 by 7. So it become 6L square. I am going to write it as 6L square by 1 plus, can I write it as pi L square by 4?
pi into L square by 4. Any problem? ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് പറയുന്നു. ഒരു ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ ഇവിടെ നിന്നൊരു ഹെമിസ്ഫിയർ കട്ട് ചെയ്തു. ആ ഹെമിസ്ഫിയറിൻ്റെ പ്രത്യേകത ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ L ആണെന്ന് തന്നിട്ടുണ്ട്. ആ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്ററും ക്യൂബിൻ്റെ സൈഡും ഈക്വൽ ആണ്. ആ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഓഫ് കോഴ്സ് ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ L ആണെങ്കിൽ ക്യൂബിൻ്റെ സൈഡും L ആയിരിക്കും. ആ രീതിയിൽ നമ്മൾ ചെയ്തു. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഡെപ്ത് ഇവിടം വരെ വരയ്ക്കാൻ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല, താഴെ വരെ എത്തിച്ച് വരയ്ക്കാൻ പെർമിഷൻ ഇല്ല. അതിനുള്ള കാരണം ഇതാണ്. സപ്പോസ് ഇത് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും ഓൾമോസ്റ്റ് 6 സെൻറ്റിമീറ്റർ ആകും. കാരണം ക്വസ്റ്റ്യൻ അനുസരിച്ച് അതാണ് പറയുന്നത്. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇത് 6 ആകും. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇതും 6 ആകും. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ താഴെ വരെ എത്തിച്ച് വരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വരച്ച ഫിഗർ തെറ്റിപ്പോവും. കാരണം എന്താ, ഇത് ഡയമീറ്ററാണ്. അപ്പോൾ ഡയമീറ്റർ 6 ആണ്. അപ്പോൾ താഴെ വരെ എത്തിച്ച് കഴിഞ്ഞാൽ റേഡിയസ് ആണ് വരേണ്ടത്, പക്ഷേ അതും 6 ആയി പോകും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പാടുള്ളൂ, താഴെ വരെ മുട്ടിച്ച് വരയ്ക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുട്ടികൾക്ക് ആ റീസൺ മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഫിഗർ. ഇനി ഇതിൻ്റെ നമ്മൾ എവിടെയൊക്കെ പെയിൻറ്റ് അടിക്കും എന്ന് നിങ്ങൾ ആലോചിക്കാം. എവിടെയൊക്കെ പെയിൻറ്റ് അടിക്കും? നമ്മൾ ടോട്ടൽ സർഫസ് ഓഫ് ദ ക്യൂബ് നമുക്ക് പെയിൻറ്റ് അടിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു മുകൾ ഭാഗത്ത് ഈ ഒരു പോർഷൻസ് മാത്രമേ പെയിൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ എഴുതുക? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് പെയിൻറ്റ് അടിക്കാൻ പറ്റില്ല. എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ നമുക്ക് പറ്റില്ല, അത് സബ്ട്രാക്ട് ചെയ്ത് പ്ലസ് പിന്നെ എന്ത് അടിക്കാൻ പറ്റും? ഇന്നർ കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ അടിക്കാൻ പറ്റും. എല്ലാ ഫോർമുലയും നമ്മൾ അപ്ലൈ ചെയ്തു ഇവിടം വരെ എത്തി. ഇവിടെ A എന്ന് പറയുന്നത് സൈഡ് ഓഫ് ദ ക്യൂബാണ്. സൈഡ് ഓഫ് ദ ക്യൂബ് ഈസ് നത്തിങ് ബട്ട് ദ ഡയമീറ്റർ ഓഫ് ദ hemisphere, so L you can substitute, and here R is nothing but the radius of the hemisphere. Radius is nothing but half of the diameter of the hemisphere, so L by 2 എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ വരെ എഴുതി. എന്നിട്ട് ഞാൻ 6L square by 1 ഇതിങ്ങനെ എഴുതി. Now you can cross multiply. So what is 6L square into 4? 6L square into 4 is nothing but 6 into 4 24L square plus 1 into pi L square is pi L square divided by 4. Okay, and now you just see the numerator. In numerator what you can substitute, take outside L square, you can take outside. What will remain? 24 plus pi will remain in the numerator divided by 4, and this much unit square, because no units are given. It is not given as centimeter or meter, so let us write unit square. It can be any unit, centimeter or meter. So this is your answer. So you may understood the both question which we discussed, and through this video session let me discuss question number 6 also. Question number 6 is discussing about a capsule. What is capsule? നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് കേട്ടിട്ടുണ്ടാവും. അമോക്സിസിലിൻ, പിന്നെ എന്താണ് പറയുക, അമോക്സിസിലിൻ 500, ആ രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ. പക്ഷേ ഒരു മഞ്ഞ ഗുളികയാണ്. നമ്മൾ പനിക്കൊക്കെ പാരസെറ്റമോളിൻ്റെ കൂടെ, പാരസെറ്റമോൾ 650 ഒക്കെ കൂടെ അല്ലെങ്കിൽ 500 കൂടെയൊക്കെ ഒരു ആൻറ്റിബയോട്ടിക്കും കൂടെ കഴിക്കും, ആക്ഷൻ ഡബിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പം ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അമോക്സിസിലിൻ എന്നടിച്ച് നോക്കിയൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഒരു ഷേപ്പ്. അതൊരു ഓൾമോസ്റ്റ് നമുക്ക് ഈ 3 ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു ഷേപ്പാണ്. അതിനെ പറ്റിയിട്ട് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ ബൈ ദാറ്റ് ക്വസ്റ്റ്യൻ വി വിൽ വൈൻഡ് അപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മെഡിസിൻ ഇതിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് സൈഡ് ആൻസർ നമ്മുടെ ആൻസറും കറക്റ്റാണ് കേട്ടോ. പക്ഷേ ഒരു ചെറിയൊരു ഫോർമാറ്റിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റാണെന്ന് ബോധ്യപ്പെടും. ഓക്കെ, നമ്മുടെ രണ്ടും ശരിയാണ്, ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എ മെഡിസിൻ ക്യാപ്സ്യൂൾ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ വിത്ത് 2 ഹെമിസ്ഫിയേഴ്സ് stuck to each of its end. What is the meaning of that? A medicine capsule is in the shape of a cylinder. A medicine capsule, I told you, medicine capsule is in the shape of a cylinder. ഇങ്ങനെ ഒരു സിലിണ്ടർ ആകൃതിയിലാണ് മെഡിസിൻ്റെ ക്യാപ്സ്യൂൾ ഉള്ളത്. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു സിലിണ്ടർ ആകൃതിയിലാണ് മെഡിസിൻ്റെ ക്യാപ്സ്യൂൾ ഉള്ളത്. ഇത് മാത്രമാണോ? അല്ല, എന്തൊക്കെയുണ്ട്? വിത്ത് 2 ഹെമിസ്ഫിയേഴ്സ് സ്റ്റക്ക് ടു ഈച്ച് ഓഫ് ഇറ്റ്സ് എൻഡ് എന്ന് വെച്ചാൽ 2 ഭാഗത്തും ഹെമിസ്ഫിയർ ഒട്ടിച്ച് വെച്ചേക്കാണ്, സ്റ്റക്ക് ചെയ്ത് വെച്ചേക്കാണ്, ഒട്ടിച്ച് വെച്ചേക്കാണ്. അതായത് ഹെമിസ്ഫെറിക്കൽ റേസ്ഡ് പോർഷനാണ് 2 ഭാഗത്തും ഉള്ളത്. നിങ്ങൾ ഇത് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത് ക്യാപ്സ്യൂളിൻ്റെ ഷേപ്പ് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഈ ടോട്ടൽ ഒരു ഷേപ്പിലായിരിക്കും നിങ്ങളുടെ ക്യാപ്സ്യൂൾ ഉണ്ടാവുക. നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ഇതിങ്ങനെ ഊരി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളൊരു പൊടി ഉണ്ടാവും. അത് പൊടി നമുക്ക് ഇങ്ങനെ പുറത്തെടുക്കാനൊക്കെ പറ്റും. ഈ ഒരു ക്യാപ്പ് നമുക്ക് ഊരിയെടുക്കാം. പക്ഷേ നമ്മളിവിടെ ഊരുന്നില്ല, ഇത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, സ്റ്റക്ക് ടു ഈച്ച് ഓഫ് ഇൻസിഡൻറ്റ്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ എൻറ്റയർ ക്യാപ്സ്യൂൾ ഈസ് 14 millimeter. വാട്ട് യു മീൻ ബി ലെങ്ത് ഓഫ് ദ എൻറ്റയർ ക്യാപ്സ്യൂൾ? ഫ്രം ഹിയർ ടു ഹിയർ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ലെങ്ത് ഓഫ് ദ എൻറ്റയർ ക്യാപ്സ്യൂൾ. ദാറ്റ് മീൻസ് ഫ്രം ഹിയർ ടു ഹിയർ the length or height of the capsule is given as what?
14 millimeter. It is given in the unit millimeter. അപ്പോൾ ഇത് മില്ലിമീറ്റർ ആയതുകൊണ്ട് എല്ലാം മില്ലിമീറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാറ്റം വരുത്തണം. ദ ലെങ്ത് ഓഫ് ദ എൻ്റർ ക്യാപ്സ്യൂൾ ഈസ് 14 millimeter ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ക്യാപ്സ്യൂൾ ഈസ് 5 millimeter. വേർ ഐ ക്യാൻ മാർക്ക് ദ ഡയമീറ്റർ. എവിടെയാണ് ഡയമീറ്റർ വരിക? എവിടെയാണോ സർക്കിൾ അവിടെയാണല്ലോ ഡയമീറ്റർ. ഇതല്ലേ സർക്കിൾ. ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇത് സിലിണ്ടറിൻ്റെ ബേസുമാണ്, ഹെമിസ്ഫിയറിൻ്റെ ബേസുമാണ്. ഇതും അതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഈ സിലിണ്ടറിൻ്റെ അതേ സൈസിൽ തന്നെയാണോ ഈ ഹെമിസ്ഫിയർ വരിക? കാരണം ഇത് ക്യാപ്സ്യൂൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കുള്ള ക്യാപ്സ്യൂളൊക്കെ ഈ സിലിണ്ടറിൻ്റെ അതേ സൈസിൽ തന്നെയാണ് ഹെമിസ്ഫിയർ. കാരണം എന്താ? ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള പൊടിയാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി സയൻറ്റിഫിക്കായിട്ട് അറിയുമോ? എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലുള്ള പൊടി ആണ്, ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലുള്ള പൊടിയാണ് നമ്മുടെ മെഡിസിൻ. ഓക്കെ, അല്ലാണ്ട് ഇതിൻ്റെ എന്താണ് പറയുക, ഇതിൻ്റെ ഉപരിതലത്തിൽ ഒരു കോട്ടിങ് മാത്രമാണ് ആ ക്യാപ്സ്യൂളിനുള്ളത്. ഉള്ളിലുള്ളൊരു പൊടിയാണ്. അപ്പോൾ നമ്മളത് കഴിച്ച് കഴിയുമ്പോൾ ഉള്ളിൽ ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ കാരണം അത് പെട്ടെന്ന് മെൽറ്റ് ആകും. എന്നിട്ട് ഉള്ളിലുള്ള പൊടി റിലീസ് ആവും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഇതിൻ്റെ ഹെമിസ്ഫിയറിൻ്റെ സൈസും ഇതിൻ്റെ ഹെമിസ്ഫിയറിൻ്റെ സൈസും ഈ സിലിണ്ടറിൻ്റെ സൈസിനോട് ഈക്വൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചേർന്നിരിക്കില്ലല്ലോ, അടച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രണ്ടിൻ്റെ സൈസും സിലിണ്ടറിൻ്റെ സൈസും ഒരുപോലെയാണ്. സിലിണ്ടറിൻ്റെ എത്രയാണോ സൈസ് അത് തന്നെയായിരിക്കും ഹെമിസ്ഫിയറിൻ്റെ സൈസ്, അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ എത്രയാണോ ഡയമീറ്റർ അത് തന്നെയായിരിക്കും ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്ററും. ദാറ്റ് ഡയമീറ്റർ ഇസ് ഗിവൺ ആസ് 5 millimeter. അതായത് ഇവിടെയാണ് നമുക്ക് മാർക്ക് ചെയ്യുന്നത്. ഡയമീറ്റർ ഇസ് ഗിവൺ ആസ് വാട്ട്? 5 millimeter. ആൻഡ് സെയിം ഹിയർ ഓൾസോ 5 millimeter. 5 millimeter. I think it is very clear, no? And find its surface area. It's very simple question, surface area. That means I am going to calculate its required surface area. And for every question you have to start with some sentence. ഞാനും അത് പറയുന്നില്ല, നിങ്ങളും അത് എഴുതുന്നില്ല, പക്ഷേ ഒന്ന് എഴുതുന്നത് നന്നായിരിക്കും. എഴുതണം എന്ത്? given radius of the capsule, diameter of the capsule is 5 millimeter and total height is 40 millimeter. Enough. എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലോട്ട് വരാം. then required surface area. Suppose if I am going to paint it, ഏതൊക്കെ ഭാഗം നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാം? Is it visible for you? Is it circle, or is the base of the cylinder, or is the base of the hemisphere is visible for you? No, never. It is closed. നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഈ എൻ്റയർ സോളിഡ് ആയിരിക്കും. നിങ്ങൾ ആ ക്യാപ്സൂളിനെ പറ്റി മനസ്സിൽ ആലോചിക്കുക. അപ്പം എവിടെയൊക്കെയാണ് നിങ്ങൾ പെയിൻറ്റ് അടിക്കുക? ഒബ്വിയസ്ലി കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടറിക്കൽ പോർഷൻ ഐ ക്യാൻ പെയിൻറ്റ്. ഈ സിലിണ്ടറിക്കൽ പോർഷൻ്റെ കേവ്ഡ് സർഫസ് ഏരിയ എനിക്ക് പെയിൻറ്റ് അടിക്കാം. സോ എങ്ങനെ എഴുതാം? കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് cylinder I can easily paint out. Then what I can paint? ഈ ഹെമിസ്ഫിയറിൻ്റെ കേവ്ഡ് സർഫസ് ഏരിയ പെയിൻ്റ് അടിക്കാം. സോ ലെറ്റ് മി റൈറ്റ് ഇറ്റ് ആസ് 1, ലെറ്റ് മി റൈറ്റ് ഇറ്റ് ആസ് 2. ഓക്കെ, അപ്പോൾ എന്താണ് കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ 1, ദെൻ പ്ലസ് ഒന്നും കൂടെ ഇല്ലേ മുകളിലുള്ള കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ 2. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയുന്നു, നിങ്ങൾക്ക് ഈ ഭാഗവും ഒന്നും വിസിബിൾ അല്ല. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. ഇതൊരു എൻറ്റയർ സോളിഡായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ എവിടെയൊക്കെ ഭാഗം നിങ്ങൾ പെയിൻ്റ് അടിക്കുക? ഈ സിലിണ്ടറിൻ്റെ ചുറ്റും, അതായത് കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ. ദെൻ ഈ ഹെമിസ്ഫിയറിൻ്റെ കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ 1, ദെൻ +2. ഇനി നിങ്ങൾ ഇതിൽ വേറെ രീതിയിൽ ചെയ്യുക. ഈ കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ആസ് ഇറ്റ് ഈസ് പ്ലസ് ഈ ഹെമിസ്ഫിയറിൻ്റെയും ഡയമെൻഷൻ ഒന്നാണോ? അതായത് ഡയമീറ്റർ ഒന്നാണോ? അതെ, രണ്ടും കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള, രണ്ടും സെയിം ആയിട്ടുള്ള ഹെമിസ്ഫിയറാണ്. ആണെങ്കിൽ മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും ഒരേ ഹെമിസ്ഫിയർ ആണെങ്കിൽ ഈ ഹെമിസ്ഫിയർ എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ചേർത്ത് വെച്ചു എന്ന് വിചാരിക്കുക. അതായത് ഈ രണ്ട് ഹെമിസ്ഫിയറിനെയും കേവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് വെച്ചാൽ ഒരു സ്ഫിയർ ആയില്ലേ? അപ്പോൾ സ്ഫിയറിൻ്റെ കേവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ പോരായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് എഴുതണ്ട. ഡൗട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എഴുതണ്ട. ഡൗട്ട് തോന്നാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാം. എന്താണ്, നമ്മൾ കേവ്ഡ് സർഫസ് ഏരിയ ഹെമിസ്ഫിയർ ഫസ്റ്റെന്നും കേവ്ഡ് സർഫസ് ഏരിയ ഹെമിസ്ഫിയർ സെക്കൻഡും എന്ന് എഴുതുന്നതിന് പകരം ഇതെന്താ അർത്ഥമാക്കുന്നത്? ഇവിടുത്തെ ഹെമിസ്ഫിയറിൻ്റെ ഈ കേവ്ഡ് ഭാഗത്തിൻ്റെ ഏരിയ. ഇനി കേവ്ഡ് സർഫസ് ഏരിയ ഹെമിസ്ഫിയർ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ? ഇവിടുത്തെ ഹെമിസ്ഫിയറിൻ്റെ കേവ്ഡ് സർഫസ് ആയിട്ടുള്ള ഭാഗം. അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ ഒരു സ്ഫിയർ ആയില്ലേ? അപ്പം രണ്ടും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നേരം കേവ്ഡ് സർഫസ് ഏരിയ സ്ഫിയർ എന്ന് എഴുതിയാൽ പറയും. രണ്ടും കൂടെ ചേർത്ത് വെക്കാനല്ല ഞാൻ പറയുന്നത്. രണ്ടിൻ്റെയും കേവ്ഡ് സർഫസ് ഏരിയ സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിംഗിൾ സ്ഫിയർ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. കാരണം നിങ്ങൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും പോർഷനാണ് എൻ്റെ കേവ്ഡ് സർഫസ് ഏരിയന് കിട്ടുക. ഇത് സെപ്പറേറ്റ് കണ്ടുപിടിച്ചാൽ ഇത്രയും പോർഷനെയാണ് കിട്ടുക. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചൊരു സ്ഫിയറിനെ കണ്ടുപിടിച്ചാൽ പോരെ, മതി. ഇനി ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് അവിടെ നിർത്തി വെക്കൂ. മനസ്സിലായ കുട്ടികൾ അങ്ങനെ ചെയ്യുക, അല്ലാത്തവർ ഇതുപോലെ ചെയ്യുക. കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ വിച്ച് ഇസ് ദ ഫോർമുല 2πRh. കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ വിച്ച് ഇസ് ദ ഫോർമുല 2πr².
curved surface of another hemisphere, same formula 2 pi r square, because curved surface area of hemisphere is same. Okay, and see, now you can, let me ask you one thing. ഇവിടെ h എന്താണ്? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചില്ല, അത് കണ്ടുപിടിക്കണം. സി ടോട്ടൽ ഹൈറ്റ് ഇസ് ഗിവൺ ആസ് 14. അത് മാത്രമാണ് ഇതിൽ ഇവിടെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. ടോട്ടൽ ഹൈറ്റ് ആണ് 14 മില്ലിമീറ്റർ. ആ 14 മില്ലിമീറ്റർ ചില കുട്ടികൾ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ചെയ്യാൻ പാടുമോ? ഇല്ല. കാരണം എന്താ? ഈ എച്ച് എവിടെ നിന്നാണ് വന്നത്? ഫ്രം വേർ ദിസ് എച്ച് കെയിം ഫ്രം? ദിസ് എച്ച് കെയിം ഫ്രം ദ cylinder, because 2 pi r h is the formula for calculating curved surface area of cylinder. So this height should be the height of cylinder. I am repeating, this height should be the height of the cylinder, because we substituted this formula for calculating curved surface area of cylinder. So this height should be the height of the cylinder, not the total height. അങ്ങനത്തെ മിസ്റ്റേക്ക് ചെയ്ത് വെക്കരുത്. ടോട്ടൽ ഹൈറ്റ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എങ്ങനെ മാറ്റാം? എങ്ങനെയാണ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ കണ്ടുപിടിക്കുക? എന്താ ചെയ്യുക? ഞാൻ ചെയ്യട്ടെ. ഇതെന്താണ്? 5 ആണ്. ഈ ഡയമീറ്റർ 5 ആണ് എങ്കിൽ ഈ റേഡിയസ് എത്രയായിരിക്കും? 5ൻ്റെ പകുതി എന്ന് വെച്ചാൽ 2.5. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് റേഡിയസ് ആണ്. കാരണം എന്താ? സെൻറ്റർ ടു ഔട്ടർ പോർഷൻ. ഇതും എന്ത് തന്നെയാണ്? റേഡിയസ് അല്ലേ? കാരണം ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ മുതൽ ഔട്ടർ പോർഷനിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ ഇതും. അപ്പം റേഡിയസ് 2.5 ആണെങ്കിൽ ഇവിടുത്തെ റേഡിയസ് എന്ത് തന്നെയായിരിക്കും? 2.5 ഓഫ് കോഴ്സ്. സിമിലർലി, if this is 2.5 of course, and this is also radius, because center to outer portion is radius, center to outer portion is radius, so this is also 2.5. അതായത് ടോട്ടലിൽ നിന്നും ഈ ഹൈറ്റും സബ്ട്രാക്ട് ചെയ്താലല്ലേ സിലിണ്ടറിൻ്റെ ഹൈറ്റ് കിട്ടുക. ഒന്നും കൂടെ പറയുന്നു. ടോട്ടൽ ഹൈറ്റിൽ നിന്നും ഈ കുഞ്ഞ് ഹെമിസ്ഫിയറിൻ്റെ ഇതും ഈ ഹൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും പറയാം, ഹൈറ്റും ഈ കുഞ്ഞ് ഹെമിസ്ഫിയറിൻ്റെ ഹൈറ്റും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ ഈ ടോട്ടലിൽ നിന്നും ഈ ഹൈറ്റും അങ്ങ് എടുത്ത് കളഞ്ഞാലല്ലേ സിലിണ്ടറിൻ്റെ ഹൈറ്റ് കിട്ടുക. അതായത് ടോട്ടൽ എന്താ? 14. ഇവിടുത്തെ ഹൈറ്റ് എത്ര? 2.5. ഇവിടുത്തെ ഹൈറ്റ് എത്ര? 2.5. അപ്പോൾ ഈ 14ൽ നിന്നും ഈ 2.5ഉം ഈ 2.5ഉം മാറ്റണം. അതായത് 2.5ഉം മാറ്റുന്നതിന് പകരം 5 അങ്ങ് മാറ്റിയാൽ പോരെ. കാരണം 2.5ഉം കൂടെ കൂട്ടിയ 5 അല്ലേ. അതായത് 40ൽ നിന്നും 2 മാറ്റുക. അതായത് 40ൽ നിന്നും 5 അങ്ങ് കളയുക. എന്താണ് 14 മൈനസ് 5? 14 മില്ലിമീറ്റർ മൈനസ് 5 മില്ലിമീറ്റർ. 5 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇവിടുത്തെ 2.5ഉം സെപ്പറേറ്റ് കളയുന്നതിന് പകരം ഈ 2.5 കൂടെ ആഡ് ചെയ്താൽ 5 ആണല്ലോ. അപ്പോൾ 5 കളഞ്ഞാൽ പോരെ. അങ്ങനെയാണ് കിട്ടിയത്. 14 മൈനസ് 5, വാട്ട് ഈസ് ദാറ്റ്? സോ ഇൻ ദാറ്റ് വേ വി ഗോട്ട് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ആസ് 9 മില്ലിമീറ്റർ. സോ ഏതാണ് ഏറ്റവും നല്ലത്? ഞാൻ പറഞ്ഞതുപോലെ ആദ്യം എഴുതണം. സോ ഗിവൺ ദാറ്റ് റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ ഈസ് ദിസ് വൺ. റേഡിയസ് ഓഫ് ദ സോളിഡ് ഈസ് ഗിവൺ ആസ് diameter of the solid is given as 5 mm. That implies radius is equal to 2.5 mm. അതൊക്കെ ആദ്യം തന്നെ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്ത് എഴുതണം? ഇങ്ങനെ നിങ്ങൾ മറക്കരുത്, എഴുതണം. ഇവിടെ ഞാൻ നോക്കാം നിങ്ങളുടെ നോട്ട് എഴുതിയിട്ടുണ്ടോയെന്ന്. എല്ലാ ക്വസ്റ്റിനും പരമാവധി എഴുതുക. ഇനിയിപ്പോൾ ഞാൻ മുമ്പ് ഞാനിത് പറയാത്തതുകൊണ്ട് ഇനിയുള്ള ക്വസ്റ്റൻ എങ്കിലും ഇത് എഴുതുക. ഓക്കെ, ഇനി മുതൽ. ഓക്കെ, ഗിവൺ എക്സാമിന് എന്തായാലും എഴുതണം. ഗിവൺ diameter of the solid is what? 5 mm. That implies radius will be what? 2.5 mm. And one more thing you can write, total height is 14 mm. Then height of the cylinder is equal to 14 minus 9. ആ 9 കിട്ടിയത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് റൈറ്റ് സൈഡിലൊക്കെ എഴുതി വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ 14 minus 9 will be what? 14 minus 5 will be 9 mm. അങ്ങനെ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ നമുക്ക് കിട്ടി 9. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾ അതൊക്കെ എഴുതി വെക്കണം, മനസ്സിലാക്കണം. 2 into 2 ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഹൈറ്റ് നമുക്ക് കിട്ടി. ഇനി ഞാൻ വേറൊരു കാര്യം, ഇപ്പോൾ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ കിട്ടിയില്ല, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാൻ വേണ്ടി വന്ന കാര്യം ഇതാണ്. ഇവിടുത്തെ ഈ റേഡിയസും ഒന്നാണോ? ഈ റേഡിയസും സെയിം ആണോ? ഒന്നാണോ എന്നല്ല, സെയിം ആണോ? അതെ. കാരണം എന്താ? ഇത് റേഡിയസ് ഓഫ് സിലിണ്ടർ ആണ്, ഇത് റേഡിയസ് ഓഫ് ഹെമിസ്ഫിയർ ആണ്, ഇതും റേഡിയസ് ഓഫ് ഹെമിസ്ഫിയർ ആണ്. അതെല്ലാം ഇവിടെ ഒന്നാണല്ലോ. കാരണം എന്താ? സിലിണ്ടറിൻ്റെ ഡയമീറ്ററും ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്ററും ഒന്നാണല്ലോ. അങ്ങനെയാണല്ലോ ക്വസ്റ്റ്യൻ്റെ കേസ്. അപ്പം എന്താണ്? ഓഫ് കോഴ്സ് റേഡിയസും സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ഔട്ട് സൈഡ് എടുക്കാം? 6 ഔട്ട് സൈഡ് എടുക്കാം. അതുകൊണ്ട് മാത്രം. സപ്പോസ് റേഡിയസ് ഡിഫറൻ്റ് ആണെങ്കിൽ ഒരിക്കലും പറ്റില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 6 ഓഫ് കോഴ്സ് ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ 2 ഔട്ട് സൈഡ് എടുക്കാം. എല്ലാത്തിലും ഉണ്ട്. പൈ ഓഫ് കോഴ്സ് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 2πr ആദ്യം തന്നെ ഔട്ട് സൈഡ് എടുത്തേക്ക്. ബാക്കി ഇതിൽ എന്തുണ്ട്? എച്ച് ഉണ്ട്. രണ്ടാമത്തിൽ എന്തുണ്ട്? 2πr സ്ക്വയറിൽ നിന്ന് 2πr ഔട്ട് സൈഡ് എന്ന് ഒരു 6 ഉണ്ടാവും. പിന്നെ 2πr സ്ക്വയറിൽ നിന്ന് 2πr ഇത് വേണേൽ 4πr സ്ക്വയർ എന്ന് എഴുതാം. പോട്ടെ. 2πr സ്ക്വയറിൽ നിന്ന് 2πr ഔട്ട് സൈഡ് എന്ന് അവിടെ ഒരു 6 ഉണ്ടാവും. അതിന് ബാക്കിയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into പൈൻ്റെ വാല്യൂ ഈസ് നോട്ട് ഗിവൺ, ബട്ട് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 22/7. ആൻഡ് വാട്ട് ഈസ് റേഡിയസ്? Radius is nothing but the radius of the cylinder. Radius of the cylinder and radius of the hemisphere are equal. That is nothing but half of 5. That is 2.5. 2.5, you know. So 2.5. You can write it as 2.5. Otherwise 25/10 എഴുതിയിട്ട് കാര്യമുണ്ടോ? നോക്കാം. 2.5 എന്ന് എഴുതാം ഞാൻ തൽക്കാലം. Then
h plus r plus r. h എന്താണ്? What this h stands for? Don't forget from where this h came. ഈ എച്ച് എന്ന് പറഞ്ഞാൽ ഈ എച്ച് ആണ്, ഇവിടുത്തെ എച്ച് ആണ് ഈ ഉള്ളിൽ എഴുതിയേക്കുന്ന എച്ച്. അതൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്യണം. അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ചെങ്കിലും കാര്യങ്ങൾ നടക്കുള്ളൂ. ഇവിടുത്തെ എച്ച് ആണ് ഇവിടെ വന്നേക്കുന്ന എച്ച് അല്ലേ. ഈ എച്ച് എന്താണ്? സിലിണ്ടറിൻ്റെ ഹൈറ്റാണ്. സിലിണ്ടറിൻ്റെ ഹൈറ്റാണ്, അല്ലാണ്ട് ടോട്ടൽ അല്ല. അപ്പോൾ എന്താണ് സിലിണ്ടർ ഹൈറ്റ്? 9 പ്ലസ് ആർ പ്ലസ് ആർ. ആർ എന്ന് വെച്ചാൽ 2.5 അല്ലേ. അപ്പോൾ 2.5 പ്ലസ് 2.5 അല്ലേ വരിക, അതായത് 5. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇപ്പം നിങ്ങൾ നോക്കുക, 2 ഇൻറ്റു 22/7 ഇൻറ്റു 2.5 ഇൻറ്റു വാട്ട് ഈസ് 9 പ്ലസ് 5? Tell me 9 plus 5. 14, no? 14. Now we can substitute, cancel this 7 and 14. 2 will come. Then what is 2 into 2? 4. What is 4 into 22? 88. 88 into 2.5 will give you the answer. 88 into 2.5. Okay, what is 88 into 25? So ഇതെന്താണത്? 8. I got the final answer as 2200. Since there is one decimal position, ഇവിടെ ഒരു പോയിന്റ് ഇടണം, അതായത് 220.0 or 220 millimeter square will be the area. 220 millimeter square will be the required surface area. So you may understand 220 millimeter square, and so you may understood that, no? And in the textbook the answer is given as 220 meter square. It is misprinted actually. The unit is in millimeter, no? So you're supposed to write 220 millimeter square, and that is the correct answer. We got the correct answer, and you may understood the things and all. And we have discussed only third question. 46 minutes we have used. Let it be. Please watch this video continuously without skipping. Continuously, completely without skipping any portion, and get ready for the next class. And സൺഡേ നിങ്ങൾക്ക് ഹോളിഡേ ആണ്. അറ്റ്ലീസ്റ്റ് ഈ സൺഡേ നിങ്ങൾ ഈ ചാപ്റ്ററിന് വേണ്ടി യൂസ് ചെയ്യുക. ആദ്യം മുതൽ ഒന്നും കൂടെ ഫോർമുലയൊക്കെ പൊടി തട്ടിയെടുത്ത് സർഫസ് ഏരിയ വോളിയംസ് ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യനൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്ത്, ഇനി മുമ്പുള്ള ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ബുദ്ധിമുട്ടുള്ള ഭാഗം റിവൈസ് ചെയ്ത്, ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഇരുന്ന് പറയാം, ഓരോ ദിവസവും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ ചെയ്യണം. നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ. അത്രയും ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഞായറാഴ്ച നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുവാണ്, മാക്സിമം മാച്ചിന് വേണ്ടി ഉപയോഗിക്കുക. ഇനി ഞാൻ സെപ്പറേറ്റ് ഒരു ഓഡിയോ ക്ലിപ്പൊന്നും പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളത് യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഉദാഹരണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അത് ഒന്ന് എടുത്ത് പഠിച്ചു നോക്കുക. കീപ് ട്രൈങ്, ബിക്കോസ് ഓൺലി വെരി ഫ്യൂ മന്ത്സ് ആർ റിമൈനിങ്. ജസ്റ്റ് സെപ്റ്റംബർ ഈസ് ഗോയിങ് ഓൺ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, 4 months. Just 4 months. September is going to finish, no? Just 4 months. Okay, keep it in your mind and do very hard work. Thank you. Stay safe. Thank you. Have a nice day. Take care. Thanks for joining with me. Thank you.